Good morning to all. Today we are studying about the limit. എന്താണത്? എക്സെൻട്രിസിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചില്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉള്ളവർക്ക് നമുക്ക് കഴിഞ്ഞ സെക്ഷൻസ് നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി ഫോർ നോ ടെൻഷൻ ഇൻ ബേസ് എന്നാണ്. ഒരു എന്തിൻ്റെയോ ബേസിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ അവിടുത്തെ എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന് വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സാണ് അല്ലേ? ഡാം, റിട്ടൈനിങ് വോള്, കോളമൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സാണ്. ഈ സ്ട്രക്ചേഴ്സൊക്കെ തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്? അല്ലെ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? സ്റ്റോൺസ്, ബ്രിക്സ്, കോൺക്രീറ്റ് ഒക്കെയാണ് അല്ലേ? ഈ സ്റ്റോൺസ് ആണെങ്കിലും ബ്രിക്സ് ആണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ ദേ ആർ വെരി വീക്ക് ഇൻ ടെൻഷൻ ബട്ട് സ്ട്രോങ് ഇൻ കംപ്രഷൻ. എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കംപ്രസീവ് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് കൂടുതലാണ്. കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവർ സ്ട്രോങ് ആണ്. പക്ഷേ ടെൻസൈൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അവർ വീക്കാണ്. ടെൻസൈൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ സച്ച് സ്ട്രക്ചേഴ്സ് ഹാവ് ടു ബി ഡിസൈൻഡ് സച്ച് ദാറ്റ് നോ ടെൻസൈൽ സ്ട്രെസ്സസ് ആർ ഡെവലപ്ഡ് ഇൻ ദ ബേസ്. അത്തരം സ്ട്രക്ചേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിൽ ടെൻസൈൽ സ്ട്രെസ് ഒന്നും തന്നെ ഡെവലപ്പ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ അത്തരം സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനുണ്ട്. ആ സ്ട്രക്ചറുകളിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ് FB എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു FA ആണെങ്കിൽ അവിടെ ടെൻഷൻ ഡെവലപ്പ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടു മേക്ക് ദ സ്ട്രെസ്സസ് ഇൻ ദ ബേസ് ഹോളി കംപ്രസീവ് ദ സ്ട്രക്ചർ ഷുഡ് ബി സോ ഡിസൈൻ ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബെൻഡിങ് സ്ട്രെസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ഡയറക്റ്റ് സ്ട്രെസ്. ഓക്കെ, FB മീൻസ് ബെൻഡിങ് സ്ട്രെസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. FA പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. FA മീൻസ് ഡയറക്റ്റ് സ്ട്രെസ്. ഓക്കെ, for no tension to develop in the place of a section, FB less than or equal to FA. ഓക്കെ, നമുക്കിനി FBയുടെ FAയുടെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. FB അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് FB is equal to FB എന്തായിരുന്നു? WE/Z. ഓക്കെ, FA എന്തായിരുന്നു? FA is equal to W/A. W means load, E means eccentricity, Z means section modulus, A means area. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ എന്താണ്? നോൺ ടെൻഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ FB ലെസ് ദാൻ ഓർ ഈക്വൽ ടു FA ആണ് അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ടു ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? FB ലെസ് ദാൻ ഓർ ഈക്വൽ ടു FA മീൻസ് WE/Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു W/A. ഓക്കെ, നമുക്കിനി E എങ്ങനെ വരും? ഇതിൽ നിന്ന് E എങ്ങനെ വരും? E ലെസ് ദാൻ ഓർ ഈക്വൽ ടു, E മാത്രം ലെഫ്റ്റ് സൈഡിൽ, ബാക്കി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. E ലെസ് ദാൻ ഓർ ഈക്വൽ ടു WZ/A ഇൻറ്റു W എന്ന് വരും അല്ലേ? E ലെസ് ദാൻ ഓർ ഈക്വൽ ടു WZ/A ഇൻറ്റു W. W ക്യാൻസൽ ആകത്തില്ലേ? അപ്പോൾ എന്ത് വരും? E ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z/A ആണോ? എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് കിട്ടിയോ? നമ്മുടെ സ്ട്രക്ചറിൻ്റെ ബേസിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എങ്ങനെയാണ്? എക്സെൻട്രിസിറ്റി മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z/A. ഓക്കെ, നമ്മുടെ ജനറലായിട്ടുള്ള കാൽക്കുലേഷനാണത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സെക്ഷനിലേക്ക് കടക്കാം. നമുക്ക് ഓരോ സെക്ഷനിലും എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഇത് ജനറലായിട്ടുള്ള എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റാണ് കാണിക്കുന്നത്. ഒരു സ്ട്രക്ചറിൽ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z/A ആണെങ്കിൽ ആ സ്ട്രക്ചറിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യില്ല. അല്ലെ, ആ സ്ട്രക്ചറിൻ്റെ ബേസിൽ കംപ്രഷൻ ആയിരിക്കും, അല്ലെ വോളി കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ സെക്ഷനിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം റെക്റ്റാങ്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യാം കേട്ടോ. ഓരോ സെക്ഷനിലും എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നോ ടെൻഷൻ കണ്ടീഷനിൽ ഓരോ സെക്ഷനിലും എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു റെക്റ്റാങ്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യാം. റെക്റ്റാങ്കുലർ സെക്ഷൻ, ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത റെക്റ്റാങ്കിളാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമ്മുടെ റെക്റ്റാങ്കിൾ
ഓക്കെ, അതിൻ്റെ എക്സ് എക്സ് ആക്സിസ് ആണ്. ദിസ് ഇസ് ദ വൈ വൈ ആക്സിസ്. ഓക്കെ, ഫസ്റ്റ് വി കൺസിഡർ ദിസ് വൈ വൈ ആക്സിസ്. നമുക്ക് ആ റെക്റ്റാങ്കുലറിൻ്റെ വൈ വൈ ആക്സിസ് കൺസിഡർ ചെയ്യാം. റെക്റ്റാങ്കിളിൻ്റെ സെക്ഷൻ മോഡുലസ് എന്തായിരുന്നു? ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ എക്സ് എക്സ് ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോഴും അല്ലെ വൈ വൈ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോഴും ആ റെക്റ്റാങ്കിളിൻ്റെ സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു, കൺസിഡറിങ് വൈ വൈ ആക്സിസ് സെക്ഷൻ മോഡുലസ് ഇസഡ് വൈ വൈ ഇസ് ഈക്വൽ ടു 1/6 dB square. According to xx axis or considering xx axis, zxs is equal to 1/6 into bd square. Okay, റെക്റ്റാങ്കിളിൻ്റെ എക്സ് എക്സ് ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ സെക്ഷൻ മോഡുലസ് അബൌട്ട് എക്സ് എക്സ് ആക്സിസ് ഇസ് 1/6 bd square and section modulus according to y y axis is 1/6 dB square. Okay, no tension condition എങ്ങനെയാണ്? According to no tension condition, the limit of eccentricity is eccentricity less than or equal to z by a. നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ബി ആണ്, ഡെപ്ത് ഡി ആണ്, ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഇതിൻ്റെ ഏരിയ എങ്ങനെ വരും? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ത് വരും? ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് അല്ലേ, ബി ഇൻറ്റു ഡി. ഇപ്പം നമ്മുടെ നോ ടെൻഷൻ കണ്ടീഷൻ എങ്ങനെ വരും? എക്സെൻട്രിസിറ്റി ഇപ്പം നമ്മുടെ വൈ വൈ ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അക്കോർഡിംഗ് ടു വൈ വൈ ആക്സിസ് എക്സെൻട്രിസിറ്റി എങ്ങനെ വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ വൈ ആക്സിസ് അനുസരിച്ചിട്ടുള്ള നമ്മുടെ സെക്ഷൻ മോഡുലസ് എന്താണ്? ഇസഡ് വൈ വൈ എന്തായിരുന്നു? 1/6 dB സ്ക്വയർ ആണല്ലേ. അപ്പം എക്സെൻട്രിസിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/6 dB സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ എന്താണ്? ബി ഡി അല്ലേ, ബി ഇൻറ്റു ഡി. ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? ഡി. അപ്പോൾ ഫൈനലി എന്ത് കിട്ടും നമുക്ക്? എക്സെൻട്രിസിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു b/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ നോ ടെൻഷൻ കണ്ടീഷനിൽ റെക്റ്റാങ്കുലർ സെക്ഷൻ എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു b/6 കൺസിഡറിങ് വൈ വൈ ആക്സിസ്. ഓക്കെ, for no tensile stress to develop in the base of a rectangular section, the eccentricity E must be less than or equal to b/6 by considering y y axis. മനസ്സിലായോ? റെക്ടാങ്കുലർ സെക്ഷനിൽ നോ ടെൻഷൻ കണ്ടീഷൻ, അതായത് ടെൻഷൻ ഡെവലപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ അവിടുത്തെ എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു b/6 ആയിരിക്കണം. ഓക്കെ, നമുക്കിനി എക്സ് എക്സ് ആക്സിസ് കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ റെക്ടാങ്കിൾ അല്ലേ. ബ്രെഡ്ത്ത്, ഡെപ്ത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ റെക്റ്റാങ്കുലർ സെക്ഷൻ അല്ലേ. നമ്മൾ വൈ വൈ ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ കൺസിഡറിങ് ദ എക്സ് എക്സ് ആക്സിസ്. അക്കോർഡിംഗ് ടു എക്സ് എക്സ് ആക്സിസ് ഇസഡ് എക്സ് എക്സ് ഇസ് ഈക്വൽ ടു 1/6 ഇൻറ്റു ബി ഡി സ്ക്വയർ. ഓക്കെ, zxs is equal to 1/6 into bd square. According to no tension condition, eccentricity must be less than or equal to z by a. Okay, so eccentricity less than or equal to zxs is 1/6 bd square. Area is equal to b into d. അപ്പോൾ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? ഡിയും പോകും, ഇവിടെ ഡി ക്യാൻസൽ ആവും, ബിയും ക്യാൻസൽ ആവും അല്ലേ. By considering xx axis, the limit of eccentricity is less than or equal to d/6. Okay, മനസ്സിലായോ? Considering xx axis, the limit of eccentricity for no tension is to develop the base of the section is less than or equal to d/6. Okay, for no tensile stress to develop in the base of a rectangular section, by considering xx axis, eccentricity must be less than or equal to d/6. അപ്പം കിട്ടിയല്ലോ, റെക്റ്റാങ്കുലർ സെക്ഷനിൽ ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു സർക്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യാം. സർക്കുലർ സെക്ഷനിൽ എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, ഇതൊരു സർക്കുലർ സെക്ഷനാണ്.
സർക്കിളിൻ്റെ ഡയമീറ്റർ ഡി ആണ്. ഡയമീറ്റർ ഡി ഉള്ള നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ്? ഏരിയ ഇസിക്വൽ ടു π/4 d², അല്ലേ? സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം π/4 d² ആണ്. അതിൻ്റെ x ആക്സിസ് ആണ് π/x. സർക്കുലർ സെക്ഷനിൽ എങ്ങനെയാണ്? സർക്കുലർ സെക്ഷനിൽ അതിൻ്റെ x ആക്സിസിലും y ആക്സിസിലുള്ള സെക്ഷൻ മോഡുലസ് സെയിം ആയിരിക്കും. സർക്കുലർ സെക്ഷന് പ്രത്യേകിച്ച് നമ്മൾ x ആക്സിസും y ആക്സിസും കൺസിഡർ ചെയ്യേണ്ടതില്ല. അതായത് ZXS = ZYY ആയിരിക്കും സർക്കുലർ സെക്ഷനിൽ. റെക്റ്റാങ്കിളിൽ നമുക്ക് ZXXും ZYYയും നമ്മൾ പ്രത്യേകം കണ്ടുപിടിച്ചു. ബട്ട് ഇൻ സർക്കുലർ സെക്ഷൻ ZXS = ZYY. അപ്പോൾ ഇവിടുത്തെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ ZXS എന്താണ്? സർക്കിളിൻ്റെ കേസിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഇസഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇസഡിൻ്റെ ഇക്വേഷൻ = I/Y. ഓൾറെഡി നമുക്ക് അറിയാം കേട്ടോ. എന്നാലും അറിയാത്തൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ZXS അല്ലെ ZYY എന്ന് പറഞ്ഞത് സർക്കിളിൻ്റെ കേസിൽ πd3/32 ആണ്. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. πd3/32 ആണ്. അപ്പോൾ Z എന്ന് പറഞ്ഞത് I/Y ആണ്, അല്ലേ? I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, Y എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ടു എക്സ്ട്രീം ഫൈബർ. അതെന്താണെന്ന് പറയാം. സർക്കിളിൻ്റെ കേസ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്താ? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സർക്കുലർ സെക്ഷൻ = πd⁴/64 ആണ്, അല്ലേ? ഒരു സർക്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ πd⁴/64. ഇനി Y എന്താണ്? Y എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സിസ് ആണ്, അല്ലേ? x ആക്സിസും y ആക്സിസുമാണ്. അപ്പം y ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y എന്ന് പറയുന്നത് ഈ ആക്സിസിൽ നിന്ന് എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. y ആക്സിസ് ആണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട എക്സ്ട്രീം ഫൈബർ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സെക്ഷനാണ് എക്സ്ട്രീം ഫൈബർ. y ആക്സിസിൽ നിന്ന് എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? x ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിലും ഈ x ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ x ആക്സിസിൽ നിന്ന് എക്സ്ട്രീം ഫൈബർ എന്ന് പറയുമ്പോൾ x ആക്സിസിൻ്റെ എക്സ്ട്രീം ഫൈബർ ഇത് രണ്ട് സെക്ഷനാണ്, രണ്ട് പോർഷനാണ്. അപ്പോൾ x ആക്സിസിൽ നിന്ന് എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ എന്ത് വരും? y ആണ്, അല്ലേ? ഓക്കെ, അതും y തന്നെയാണ്. സർക്കിളിൻ്റെ കേസിൽ ഈ y എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത് മുഴുവൻ d ആണ്, അല്ലേ? y എന്ന് പറയുമ്പോൾ എന്ത് വരും? d/2 വരും. y = d/2. ഓക്കെ, അപ്പം നമുക്ക് y = d/2. അപ്പം I = πd⁴/64. y = d/2. അപ്പോൾ ഇസഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? Z = I means πd⁴/64 divided by y means d/2. അപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? Z = πd⁴/64 into 2/d, which is equal to πd³/32. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ കേസിലെ സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂ കണ്ടോ? സെക്ഷൻ മോഡുലസ് = πd³/32. നമുക്കിനി എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് കണ്ടുപിടിക്കണ്ടേ? എക്സെൻട്രിസിറ്റിയുടെ ജനറൽ ലിമിറ്റ് എങ്ങനെയാണ്? ഫോർ നോ ടെൻഷൻ കണ്ടീഷനിൽ എക്സെൻട്രിസിറ്റി ≤ Z/A ആണ്. ഓക്കെ, ഇപ്പോൾ Z നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചെന്നുള്ളതേ ഉള്ളൂ. Z ഓൾറെഡി അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് ഡെറൈവ് ചെയ്ത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം എക്സെൻട്രിസിറ്റി. E < Z is πd3/32 and area is π/4 d². ഓക്കെ, കിട്ടിയല്ലോ. ഇത് നോക്കിയേ, നമ്മുടെ ഇതെന്തൊക്കെ ക്യാൻസൽ ആവും? d³ d² ക്യാൻസൽ ആവും, അല്ലേ? നമുക്കതിനെ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സെൻട്രിസിറ്റി < πd3/32 into 4/πd², അല്ലേ? ഓക്കെ, d³ d² ക്യാൻസലായി. 4ഉം 32ഉം 8. ഇപ്പോൾ ഇവിടെ എന്ത് വരും? എക്സെൻട്രിസിറ്റി < d/8 എന്ന് വരും ഫോർ എ സോളിഡ് സർക്കുലർ സെക്ഷൻ. ഫോർ എ സോളിഡ് സർക്കുലർ സെക്ഷൻ the limit of eccentricity for no tension is to develop at the base of the section is < d/8. Or for no tension to develop in the base of a circular section, the eccentricity must be < d/8. D is the diameter of face, അല്ലെങ്കിൽ diameter of the circle.
ഓക്കെ, അപ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ സെക്ഷനിലെയും സർക്കുലർ സെക്ഷനിലെയും എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് മനസ്സിലായി എന്താണെന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സെക്ഷനുകളിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ അവിടുത്തെ എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് രണ്ട് കേസിലും മനസ്സിലായി. ഓക്കെ, നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ് മിഡിൽ തേർഡ് റൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ നോ ടെൻഷൻ കണ്ടീഷനിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട റൂളാണ് മിഡിൽ തേർഡ് റൂൾ. മിഡിൽ തേർഡ് റൂൾ ഫോർ നോ ടെൻഷൻ ഇൻ ദ ബേസ് എന്ന് പറയും. മിഡിൽ തേർഡ് റൂൾ എന്ന് നമുക്ക് ആ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച റെക്റ്റാങ്കുലർ സെക്ഷൻ നമുക്ക് ഒന്നും കൂടി ഒന്ന് വരയ്ക്കാം. നമ്മുടെ റെക്റ്റാങ്കുലർ സെക്ഷനാണ്. എക്സ് ആക്സിസ് ആണ്, വൈ ആക്സിസ് ആണ്. എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എന്തായിരുന്നു? ഫോർ നോ ടെൻഷൻ കണ്ടീഷനിൽ എക്സെൻട്രിസിറ്റി ലിമിറ്റ് എങ്ങനെയായിരുന്നു? എക്സെൻട്രിസിറ്റി വൈ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് എങ്ങനെയായിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു b/6 ആയിരുന്നു. ദിസ് ഇസ് ബി, ദിസ് ഈസ് ബി. ഓക്കെ, ഇവിടെ മിഡിൽ തേർഡ് റൂൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോ ടെൻഷൻ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇഫ് നോ ടെൻഷൻ ഈസ് ടു ഡെവലപ്പ് ഇൻ ദ ബേസ് ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ ബൈ കൺസിഡറിങ് വൈ ആക്സിസ് എക്സെൻട്രിസിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു b/6. ഈ എക്സെൻട്രിസിറ്റി മാർക്ക് ചെയ്യുന്നത് അല്ലെ എക്സെൻട്രിസിറ്റി വൈ ആക്സിസ് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എക്സെൻട്രിസിറ്റിയുടെ ലിമിറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോവാം. ഈ വൈ ആക്സിസിൽ നിന്ന് രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഈ എക്സെൻട്രിസിറ്റി മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ് ബി ആണ് അല്ലേ, മുഴുവൻ ബി ആണ്. b/6 നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയുമാണ് b/6 എന്ന് വിചാരിച്ചോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും b/6, അതുപോലെ ഇതും b/6. ആക്സിസിൽ നിന്ന് b/6 ഡിസ്റ്റൻസ് നമ്മൾ രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആണ് നമ്മുടെ ഇ എന്ന് പറഞ്ഞത് അല്ലേ. ഇത് ഇങ്ങോട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തു, ഇങ്ങോട്ടും നമ്മൾ ഈ മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 2e എന്താണ്? 2e എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 2e അല്ലേ. 2e എന്താണ്? 2e എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു b/6 ആണ് അല്ലേ. എന്ന് പറയുമ്പോൾ എന്ത് വരും? b/3 അല്ലേ. അപ്പോൾ ഈ മൊത്തം ഡിസ്റ്റൻസ് എന്തായിരിക്കും? b/6 പ്ലസ് b/6 അല്ലെങ്കിൽ 2 ഇൻറ്റു b/6. അപ്പോൾ ഈ മുഴുവൻ ഡിസ്റ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് b/3. അക്കോർഡിംഗ് ടു മിഡിൽ തേർഡ് റൂൾ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ലോഡ് എന്ന് പറയുന്നത് ഈ b/3 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആ റിസൾട്ടൻ്റ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നതിൻ്റെ മിഡിൽ തേർഡിലാണ്. b/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിൻ്റെ മൂന്നിലൊന്നാണ് അല്ലേ. ബേസിൻ്റെ മിഡിൽ തേർഡിലാണ് ടോട്ടൽ റിസൾട്ടൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നില്ല. ആ ഒരു റെക്റ്റാങ്കുലർ സെക്ഷനിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നാണ് മിഡിൽ തേർഡ് റൂൾ പറയുന്നത്. ഓക്കെ, മിഡിൽ തേർഡ് റൂൾ അനുസരിച്ചിട്ട് ദ റിസൾട്ടൻ്റ് മസ്റ്റ് ലൈ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് b/6 ഫ്രം ദ ആക്സിസ് ഓഫ് ബെൻഡിങ് y ഓൺ എനി സൈഡ് ഓഫ് x ആക്സിസ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് എവിടെയാണ് ലൈവ് ചെയ്തിരിക്കുന്നത്? റിസൾട്ടൻ്റ് ലൈവ് ചെയ്തിരിക്കുന്നത് വൈ ആക്സിസിന് രണ്ട് സൈഡിലായിട്ടാണ്. ദ റിസൾട്ടൻ്റ് മസ്റ്റ് ലൈ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് b/6 ഫ്രം ദ ആക്സിസ് ഓഫ് ബെൻഡിങ് y. ഓക്കെ, ഓൺ എനി സൈഡ് ഓഫ് x ആക്സിസിൻ്റെ ഏതൊരു സൈഡിലേക്ക് രണ്ട് സൈഡിലോട്ടും വൈ ആക്സിസിൻ്റെ b/6 ഡിസ്റ്റൻസിലാണ് എക്സെൻട്രിസിറ്റി ആക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ദ റിസൾട്ടൻ്റ് മസ്റ്റ് ലൈൻ ഇൻ ദ മിഡിൽ തേർഡ് ഓഫ് ബേസ് വിഡ്ത്ത്. അതായത് ആ റിസൾട്ടൻ്റ് ആ ലോഡിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ആ ബേസ് വിഡ്ത്തിൻ്റെ മിഡിൽ തേർഡിലായിരിക്കും, b/3 ഡിസ്റ്റൻസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ദിസ് ഈസ് കോൾഡ് മിഡിൽ തേർഡ് റൂൾ. ദിസ് ഇസ് നോൺ ആസ് മിഡിൽ തേർഡ് റൂൾ ഫോർ എ റെക്റ്റാങ്കുലർ സെക്ഷൻ. ഓക്കെ, മനസ്സിലായോ? മിഡിൽ തേർഡ് റൂൾ എന്താ? മിഡിൽ തേർഡ് എന്നുള്ള വേർഡ് തന്നെയുണ്ട്. മിഡിൽ തേർഡ് എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്നെന്ന് അല്ലേ. ബേസിൻ്റെ മൂന്നിലൊന്നെന്ന് ഓർക്കുക. ബേസിൻ്റെ മൂന്നിലൊന്ന് ഭാഗത്തായിരിക്കണം റിസൾട്ടൻ്റ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നാണ് മിഡിൽ തേർഡ് റൂൾ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ?
ജസ്റ്റ് കാണിക്കാം. ദ റിസൾട്ടന്റ് ഫോഴ്സ് must lie at a distance of b/6 from the axis of bending. എങ്കിൽ പോട്ടെ ഫ്രം ദ ആക്സിസ് ഓഫ് y എന്ന് കാണിക്കാം. ഓക്കെ, ഓൺ എനി സൈഡ് ഓഫ് x ആക്സിസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദ റിസൾട്ടന്റ് മസ്റ്റ് ലൈൻ ഇൻ ദ മിഡിൽ തേർഡ് ഓഫ് ബേസ് വിഡ്ത്ത്. പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ദ റിസൾട്ടന്റ് മസ്റ്റ് ലൈൻ ഇൻ ദ മിഡിൽ തേർഡ് ഓഫ് ബേസ് വിഡ്ത്ത്. ഇതുപോലെ തന്നെ നമുക്ക് x ആക്സിസിനെ കൺസിഡർ ചെയ്തും കണ്ടുപിടിക്കാം കേട്ടോ. x ആക്സിസിനെ കൺസിഡർ ചെയ്യുമ്പോൾ d/3 എന്ന് വരും. അത് കണ്ടുപിടിച്ചോളുക. മിഡിൽ തേർഡ് റൂള് പറയുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. x ആക്സിസിനെ വെച്ച് എത്ര വരും എന്നുള്ളത് d/3 എന്ന് വരും. ഒന്നുമില്ല, ഇത് തന്നെയാണ്. y ആക്സിസ് കൺസിഡർ ചെയ്ത് എഴുതുക എക്സാമിന് ചോദിക്കുമ്പോൾ. ഏത് ആക്സിസ് ആണെങ്കിലും കുഴപ്പമില്ല. മിഡിൽ തേർഡ് റൂൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ മിഡിൽ തേർഡ് റൂൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ x ആക്സിസിനെ കൺസിഡർ ചെയ്ത് എക്സെൻട്രിസിറ്റി 2e എന്ത് വരും എന്ന് കണ്ടുപിടിക്കുക. മിഡിൽ തേർഡ് റൂള് വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കാതിരിക്കുക. അപ്പം നമ്മൾ എന്തെല്ലാം പഠിച്ചു? ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി ഫോർ നോ ടെൻഷൻ ഇൻ ദ ബേസ് ഫോർ റെക്റ്റാങ്കുലർ ആൻഡ് സർക്കുലർ സെക്ഷൻ. ഓക്കെ, പിന്നീട് നമ്മൾ മിഡിൽ തേർഡ് റൂളും പഠിച്ചു. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും. ഓക്കെ.